പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുകയാണ്. 15 കോടിയിലേറെ ജനങ്ങൾ അവിടെ വളരെ ഭക്ത്യാദരപൂർവ്വം എത്തിയെന്നും 150 വർഷത്തിനൊരിക്കലോ മറ്റോ നടക്കുന്ന ആ ചടങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകളും മറ്റുള്ള സംഗതികളുമൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട് കുറേ മനുഷ്യർ മരണപ്പെട്ട വാർത്തകളും വന്നു. ഇതിനിടയിൽ രാജസ്ഥാനിൽ നിന്നോ മറ്റോ മാല വിൽപ്പനയ്ക്കോ മറ്റോ എത്തിച്ചേർന്ന മൊണാലിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണുകളെക്കുറിച്ചും വലിയ ചർച്ച നടന്നു. അവളെ ബോളിവുഡ് സിനിമയിലേക്ക് ആളുകൾ എടുത്തു എന്നും എല്ലാവരും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് കുറേ ദിവസങ്ങളോളം മാധ്യമങ്ങൾ ഈ പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിലെ ഈ ഭക്ത്യാദര ചടങ്ങുകൾക്കപ്പുറത്ത് ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചകളായി നടന്നത്. ഇപ്പോൾ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരണപ്പെട്ടതോടുകൂടി അതിൻ്റെ മറുവശത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതുപോലെ അഖിലേഷ് യാദവും ഒക്കെ മറ്റു വാദങ്ങളുമായി രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പേജിൽ ഈ ചടങ്ങിൽ മരണപ്പെട്ടു പോയവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം പറഞ്ഞൊരു കാര്യം, VIP വിസിറ്റുകൾക്കും മറ്റുമൊക്കെയായി അവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും അവർക്ക് സുഖസമൃദ്ധമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുമ്പോൾ വലയുന്ന ആളുകളുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മിസ്മാനേജ്മെൻറ്റുമൊക്കെയാണ് ദുരന്തത്തിന് വഴിതെളിച്ചത് എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു. അഖിലേഷ് യാദവും സമാനമായ രീതിയിൽ പ്രയാഗ്രാജിലുണ്ടായ സംഭവങ്ങൾ അത് വളരെ ഗുരുതരമായ മാനേജ്മെൻറ്റ് വീഴ്ചയാണെന്നും അതിന് സർക്കാരും അതിൻ്റെ സംഘാടകരും ഉത്തരവാദിയാണെന്നുമുള്ള തരത്തിൽ അതിരൂക്ഷമായ വാദങ്ങളുമായി രംഗത്ത് വന്നു. UP യിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അതൊക്കെയും രാഷ്ട്രീയ വിഷയങ്ങളായി മാറുകയും ചെയ്തു. ഇതിനിടയിലാണ് ഒരു വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വല്ലാതെ പ്രവഹിച്ചത്. ആ വാർത്ത മറ്റൊന്നുമല്ല, ജമിയത്തുൽ ഉലമായെ ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയുടെ ഹർഷദ് മദനി കുംഭമേളയിൽ അദ്ദേഹം പങ്കെടുത്തു എന്ന തരത്തിൽ ഒരു വാർത്ത ഫേസ്ബുക്ക് പോസ്റ്റായി ഒരാൾ പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റ് ചെയ്ത ആളുടെ പേര് ശിഖ രാഘവൻ തോപ്പിൽ. അദ്ദേഹം പറഞ്ഞത്, വെറുതെ ഇതിലൂടെ പോയപ്പോൾ കുംഭമേളയിലൊന്ന് പോയി സുലൈമാനി കുടിച്ചാനായിട്ട് ഈ എന്ന് പറഞ്ഞ് അർഷദ് മദനിയെ പരിഹസിച്ചുകൊണ്ടുള്ള സംഗതിയാണ്. ഈ മൗലാന ഹർഷദ് മദനി എന്ന് പറയുന്ന ആൾ നിർഭയനായി പല വിഷയങ്ങളിലും വളരെ ദേശീയ പ്രാധാന്യത്തോടെ ഇടപെടുകയും വളരെ ധീരതയോടെ വർത്തമാനം പറയുകയും ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും വിധേയമാകാതെ സത്യത്തിൻ്റെ പാതയിൽ ഉറക്കം നിന്ന് സംസാരിക്കുന്ന ഒരാളുമാണ്. എന്നാൽ ഇങ്ങനെയൊരു വീഡിയോ കണ്ട് പലരും അത്ഭുതപ്പെട്ടു. വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ പ്രചരിച്ചു. ഒടുവിൽ ദേശീയ മാധ്യമങ്ങൾ ഈ വൈറൽ വീഡിയോയുടെ കീ ഫ്രെയിമുകൾ റിവേഴ്സ് ഇമേജ് സെർച്ചിൻ്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ 2023 ജനുവരിയിൽ ഹരിദ്വാറിൽ വെച്ച് മൗലാന ഹർഷദ് മദനിയും സ്വാമി കൈലാസാനന്ദഗിരിയും തമ്മിൽ നടത്തിയ ഒരു കൂടിക്കാഴ്ചയുടെ ദൃശ്യമാണ് ഇത്തരത്തിൽ പങ്കുവച്ചത്. കൈലാസാനന്ദഗിരി സ്വാമിയെ കാണാൻ മൗലാന ഹർഷദ് മദനി ഈ ഇൻ്റർഫെയ്ത്ത് റിലേഷൻഷിപ്പുമൊക്കെയായി ബന്ധപ്പെട്ട സൗഹൃദ സംഭാഷണത്തിന് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ആചാരപരമായ ഒരു തൊപ്പി ധരിപ്പിക്കുകയും ഷാൾ ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യമാണ് അർഷദ് മദനി കുംഭമേളയിൽ പങ്കെടുത്തു എന്ന തരത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചത്. അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ കാലത്ത് കുറേ ഞരമ്പ് രോഗികളുണ്ട്. ഏതെങ്കിലും മറ്റിതര സഹോദര സമുദായത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്താലോ അവിടെ ചെല്ലുമ്പോൾ അവർ നൽകുന്ന എന്തെങ്കിലും സ്വീകരണങ്ങൾ അത് സ്വീകരിച്ചാലോ അങ്ങ് മതത്തിന് പുറത്തു പോയി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കുറേ സൂക്ഷ്മാണുക്കളായ മതജീവികളുണ്ട്. മറുവശത്ത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നതിലൂടെ നമ്മുടെ മതം വലുതായി എന്ന് വിശ്വസിക്കുന്ന മറ്റു കുറേ ഞരമ്പ് രോഗികളുമുണ്ട്. അവരുടെ ഇടയിലൂടെ വേണം ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ. ഏതായാലും മഹാകുംഭമേളയിൽ അർഷദ് മദനി പോയില്ല. അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ വേറൊരു ചടങ്ങിൽ പങ്കെടുത്ത ദൃശ്യമാണ് ഇതുപോലെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മൊണാലിസയ്ക്ക് ശേഷം പിന്നെ ഹിറ്റായ വാർത്തകളിലൊന്നായി ഹർഷദ് മദനിയുടെ കുംഭമേളയിലെ പങ്കെടുപ്പ്.